Hello all, welcome back. Today we are going to discuss some of basic sentences that can help you to improve your English. Okay, if you are ready, let's get started. Our first sentence, നിങ്ങൾ വർഗീസ് അല്ലേ? നിങ്ങൾ വർഗീസ് അല്ലേ? നമ്മൾ നമ്മുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് കുറച്ച് പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങൾ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? സോ ഞാനിവിടെ വർഗീസ് എന്നൊരു പേരാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വർഗീസ് അല്ലേ എങ്ങനെ പറയാം നമുക്ക്? ആറിൻറ്റ് യു, നിങ്ങൾ അല്ലേ എന്ന് പറയാനായിട്ട് ആറിൻറ്റ് യു. ഇനി വർഗീസ്, ഓക്കെ, അറിയിന്റ് യു വർഗീസ്, നിങ്ങൾ വർഗീസ് അല്ലേ. ഇനി നമ്മൾ ഏതൊരു കാര്യവും അല്ലേ ഇന്നതല്ലേ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് അറിയിന്റ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അറിയിന്റ് യു രാജൻ, നിങ്ങൾ രാജൻ അല്ലേ. അറിയിന്റ് യു തോമസ്, നിങ്ങൾ തോമസ് അല്ലേ. അറിയിന്റ് യു രതീഷ്, നിങ്ങൾ രതീഷ് അല്ലേ. ഇങ്ങനെ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് അറിയിന്റ് യു വെച്ചിട്ടാണ് ചോദിക്കേണ്ടത് കേട്ടോ. ഇനി ഇന്ന ആളാണോ എന്ന് ചോദിക്കാൻ എങ്ങനെയാണ്? ആറ് മതി കേട്ടോ. ആർ യു എന്നാണ് ചോദിക്കുക കേട്ടോ. ആർ യു. അപ്പോൾ ആർ യു വർഗീസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വർഗീസ് ആണോ എന്നാട്ടോ. അപ്പൊ ആണോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ആർ യു യൂസ് ചെയ്യാം. ആർ യു വർഗീസ്, ആർ യു രതീഷ്, ആർ യു തോമസ്, ആർ യു ലീന, ഇങ്ങനെയാണ് ചോദിക്കുക കേട്ടോ. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് ജസ്റ്റ് ലൈക്ക് എ കോൺവെർസേഷൻ സ്റ്റൈലാണ് കേട്ടോ. ഏകദേശം ഒന്നിനോടൊന്ന് കണക്ട് ചെയ്തിട്ട് വരുന്ന സെന്റൻസുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. നെക്സ്റ്റ്, നിങ്ങൾ എവിടുന്ന വരുന്നത് എന്ന് ചോദിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കാം? വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിക്കാം അല്ലെ. വരുന്നത് എന്ന് ചോദിക്കാനായിട്ട് കമ്മിങ്, എവിടുന്ന എന്നുള്ളതിന് ഫ്രം. ഓക്കെ, വേർ ആർ യു കമ്മിങ് ഫ്രം അല്ലെങ്കിൽ വേർ യു ആർ കമ്മിങ് ഫ്രം എന്ന് നമുക്ക് ചോദിക്കാം കേട്ടോ. വേർ യു ആർ കമ്മിങ് ഫ്രം എന്ന് നമുക്ക് ചോദിക്കാവുന്ന കേട്ടോ. നെക്സ്റ്റ്, എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഐ ഹാഡ് ആണ് ഉപയോഗിക്കുക കേട്ടോ. ഐ ഹാഡ്, എനിക്കുണ്ടായിരുന്നു എന്ത്? ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ആൻ ഇന്റർവ്യൂ. ഐ ഹാഡ് ആൻ ഇന്റർവ്യൂ ഇന്ന്, ടുഡേ. ഐ ഹാഡ് ആൻ ഇന്റർവ്യൂ ടുഡേ എന്ന് വെച്ചാൽ എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു എന്നാണെങ്കിൽ എങ്ങനെ പറയാം? ഐ ഹാഡ് ടു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഐ ഹാഡ് എന്ന് വെച്ചാൽ എനിക്കുണ്ടായിരുന്നു. ഇനി ഐ ഹാവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ എനിക്ക് ഉണ്ട് എന്നാണ് കേട്ടോ. എനിക്ക് ഉണ്ട്. ഐ ഹാവ്, എനിക്ക് ഉണ്ട് എന്നാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ? ഏത് കമ്പനിയിലേക്കായിരുന്നു ഇന്റർവ്യൂ വിളിച്ചത്? ഇതെങ്ങനെ പറയാം? ഏത് കമ്പനി എന്നുള്ളതിന് നമുക്ക് വിച്ച് കമ്പനി എന്ന് പറയാം കേട്ടോ. വിച്ച് കമ്പനി വാസ് ദ ഇന്റർവ്യൂ ഫോർ? വാസ് ദ ഇന്റർവ്യൂ ഫോർ? വിച്ച് കമ്പനി വാസ് ദ ഇന്റർവ്യൂ ഫോർ എന്ന് വെച്ചാൽ ഏത് കമ്പനിയിലേക്കായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് പറയാം കേട്ടോ. നീ ഒറ്റയ്ക്കായിരുന്നു അവിടെ പോയത് എന്ന് നമുക്ക് ചോദിക്കാം. നീ ഒറ്റയ്ക്കായിരുന്നു അവിടെ പോയത്. ഓക്കെ, did you gather alone? Did you gather alone? നീ ഒറ്റയ്ക്കായിരുന്നോ പോയത്? നീ ഒറ്റയ്ക്കായിരുന്നോ പോയത്? Did you gather alone എന്ന് ചോദിക്കാം. എൻ്റെ സുഹൃത്ത് വിനോജും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ നേരത്തെ പോയി. കണ്ടപ്പോൾ നിങ്ങൾക്ക് വലിയ സെന്റൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ ഇത് പറയാനായിട്ട് എളുപ്പമല്ലേ? എൻ്റെ സുഹൃത്ത് വിനോജും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെ പറയാം? മൈ ഫ്രണ്ട് വിനോജ്, എൻ്റെ സുഹൃത്ത് വിനോജും എന്ന് പറയാനായിട്ട് മൈ ഫ്രണ്ട് വിനോജ് ഓൾസോ, വിനോജും എന്ന് പറയാനായിട്ട് മൈ ഫ്രണ്ട് വിനോജ് ഓൾസോ വിത്ത് മീ എന്നാട്ടോ. മൈ ഫ്രണ്ട് വിനോജ് ഓൾസോ വിത്ത് മീ, എൻ്റെ ഫ്രണ്ട് വിനോജും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ നേരത്തെ പോയി. ബട്ട് ഹി ലെഫ്റ്റ് ഏർലി. ബട്ട് ഹി ലെഫ്റ്റ് ഏർലി, അവൻ നേരത്തെ പോയിരുന്നു. എങ്ങനെ പറഞ്ഞത്? മൈ ഫ്രണ്ട് വിനോജ് ഓൾസോ വിത്ത് മീ ബട്ട് ഹി ലെഫ്റ്റ് ഏർലി. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി എവിടെയെങ്കിലും പോകാനുണ്ടോ? ഇനി വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? ഇതെങ്ങനെ ചോദിക്കാം നമുക്ക്? Is there anywhere else to go? Is there anywhere else to go? Is there anywhere else to go എന്ന് പറയാട്ടോ. Is there anywhere else to go? ഇനി വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ? ഓക്കെ, is there anywhere else to go എന്ന് ചോദിക്കാം. ഇനി അങ്ങനെ അല്ലാതെ do you have to go anywhere else എന്ന് ചോദിക്കാം കേട്ടോ. Do you have to go anywhere else എന്നും ചോദിക്കാം. അല്ലെങ്കിൽ is there anywhere else to go എന്നും ചോദിക്കാം കേട്ടോ. ഇനി അതെ, എനിക്ക് എംപ്ലോയ്മെന്റ് ഓഫീസിലേക്ക് പോകാനുണ്ട്. ഇതെങ്ങനെ പറയാം? പോകാനുണ്ട്. എനിക്ക്
പോകാനുണ്ട് എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഐ ഹാവ് ടു എന്നാണ് ഉപയോഗിക്കുക കേട്ടോ. ഐ ഹാവ് ടു എനിക്ക് പോകാനുണ്ട്. ഗോ, ഐ ഹാവ് ടു ഗോ എനിക്ക് പോകാനുണ്ട്. എവിടേക്കാ? ടു എംപ്ലോയ്മെന്റ് ഓഫീസ് എന്ന് പറയാം. ഓക്കെ, ഐ ഹാവ് ടു ഗോ ടു ദി എംപ്ലോയ്മെന്റ് ഓഫീസ്, എനിക്ക് എംപ്ലോയ്മെന്റ് ഓഫീസിലേക്ക് പോകാനുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഐ ഹാവ് ടു ഗോ എന്ന് വെച്ചാൽ എനിക്ക് പോകാനുണ്ട്. ഐ ഹാവ് ടു ഡു എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാനുണ്ട്. ഐ ഹാവ് ടു റൈറ്റ് എന്ന് വെച്ചാൽ എനിക്ക് എഴുതാനുണ്ട്. ഐ ഹാവ് ടു പ്ലേ എനിക്ക് കളിക്കാനുണ്ട്. ഇങ്ങനെയാണ് സെൻറ്റൻസ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം. ഞാൻ ഇതുവരെ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ ഇതുവരെ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പം അതിനാണ് ഞാൻ എംപ്ലോയ്മെൻറ്റ് ഓഫീസ് വരെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എങ്ങനെ നമുക്ക് പറയാം? ഐ ഹാവൻറ്റ്, ഞാൻ ചെയ്തിട്ടില്ല. ഐ ഹാവൻറ്റ്. ഓക്കെ, ഐ ഹാവൻറ്റ് രജിസ്റ്റർ, I haven't registered my degree certificate. I haven't registered my degree certificate. ഇതുവരെ, yet എന്ന് പറയാം കേട്ടോ. yet, ഇതുവരെ. അപ്പോൾ I haven't registered my degree certificate yet എന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നീ ഇതുവരെ നിന്റെ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? എങ്ങനെ ചോദിക്കാം? ചെയ്തിട്ടില്ലേ, ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. എങ്ങനെ ചോദിക്കാം? നമുക്ക് ചോദിച്ചു നോക്കാം. haven't you register? haven't you? ഓക്കെ, haven't you registered? അപ്പോൾ നീ ഇന്ന കാര്യം ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കട്ടെ. haven't you registered? നീ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? എക്സാം എഴുതിയിട്ടില്ലേ? haven't you attend the exam? നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലേ? haven't you attend the interview? ഇങ്ങനെ നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ haven't you registered your certificate? ഇതുവരെ എന്നുള്ളതിന് നമ്മൾ എന്താ പഠിച്ചത്? yet. ഓക്കെ, അപ്പം haven't you registered your certificate yet എന്ന് വെച്ചാൽ നീ ഇതുവരെ നിന്റെ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ എന്നായിട്ടോ. അപ്പോൾ ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഇയാൾ ചോദിക്കണം, അല്ല നിങ്ങളിപ്പോൾ ഇവിടെ പോകുന്ന വഴിയാണ്, അങ്ങനെ ചോദിക്കാം നമുക്ക്. where are you going എന്ന് ചോദിക്കാം അല്ലേ? where are you going? നിങ്ങൾ എവിടെ പോവുക? അല്ലെങ്കിൽ where you are going to, where you are going to, നിങ്ങൾ എവിടെ പോകുന്ന വഴിയാ? where you are going to എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ where you going, നിങ്ങൾ എവിടെ പോവുക എന്ന് ചോദിക്കാം അല്ലേ? ഇനി ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇതെങ്ങനെ നമുക്ക് പറയാം? ഐ ജസ്റ്റ് ഫോർ എ വാക്ക് എന്ന് പറയാം. ഐ ജസ്റ്റ് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ മതിട്ടോ. ഐ ജസ്റ്റ് ഫോർ എ വാക്ക്, അല്ലെങ്കിൽ ഐ എം ഹിയർ ജസ്റ്റ് ഫോർ എ വാക്ക്, ഞാനിവിടെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. I'm here just for a walk, അല്ലെങ്കിൽ I just for a walk, ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണെന്ന് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ സംസാരിച്ച് പരിചയമായ സ്ഥിതിക്ക് നമ്മൾ പറയാറുണ്ട്, നമുക്ക് ഈ കടയിൽ നിന്ന് ഒരുമിച്ച് ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിക്കാറുണ്ടല്ലേ? അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? അപ്പോൾ ഈ കടയിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ഒരു ചായ കുടിച്ചാലോ, എന്നാലേ കുടിച്ചാലോ അല്ലെങ്കിൽ കുടിക്കാം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് എന്താണ്? ലെറ്റ്സ് എന്ന് പറയാം അല്ലേ? ലെറ്റ്സ്. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ടീ. Let's have a tea together. ഒരുമിച്ച് എന്നുള്ളതുകൊണ്ട് together. Let's have a tea together from this shop. Let's have a tea from this shop. നമുക്ക് ഈ അടുത്തുള്ള കടയിൽ നിന്നും ഒരു ചായ കുടിക്കാം എന്ന് പറയാനായിട്ട് let's have a tea together from this shop. നമുക്ക് ഈ കടയിൽ നിന്നും ഒരുമിച്ച് ഒരു ചായ കുടിച്ചാലോ, അല്ലെങ്കിൽ ചായ കുടിക്കാം, എങ്ങനെ പറയാം? let's have a tea together from this shop. അപ്പോൾ അയാൾ പറയാണ്, എനിക്ക് വേണ്ട, നീ കുടിച്ചോളൂ. ഇതെങ്ങനെ നമുക്ക് പറയാം? എനിക്ക് വേണ്ട എന്നുള്ളത് നമുക്ക് ഐ ഡോണ്ട് വാണ്ട് എന്ന് പറയാം അല്ലേ? ഐ ഡോണ്ട് വാണ്ട്. യു ഡ്രിങ്ക്, നീ കുടിച്ചോളൂ എന്നുള്ളതിന് യു ഡ്രിങ്ക്. എനിക്ക് വേണ്ട, ഐ ഡോണ്ട് വാണ്ട് യു ഡ്രിങ്ക് എന്ന് പറയാം. ഇനി നമ്മുടെ സാധാരണ ടോക്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ പറയാം? നമുക്ക് നോ താങ്ക്സ് എന്ന് പറയാം അല്ലേ? നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിച്ചതിന് നമ്മൾ നന്ദി പറയാണ് കേട്ടോ. ഓക്കെ, അപ്പം എന്താണ്? എനിക്ക് വേണ്ട, എന്നാലും നമ്മൾ ക്ഷണിച്ചതിന് നന്ദി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് നോ താങ്ക്സ് എന്ന് കേട്ടോ. നോ താങ്ക്സ്. യു പ്ലീസ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇത്രയും പറഞ്ഞാൽ മതി. നോ താങ്ക്സ് യു പ്ലീസ്. നോ താങ്ക്സ് യു പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്തായി? എനിക്ക് വേണ്ട, നിങ്ങൾ കുടിച്ചോളൂ എന്നായി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ ചെറിയൊരു കുഞ്ഞു കോൺവെർസേഷനായിരുന്നു പ്രാക്ടീസ് ചെയ്തതിൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ചെറിയൊരു കോൺവെർസേഷനാണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ് ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു.